ദിവസത്തെ ബോഡി റീസെറ്റ് പ്രോഗ്രാം ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 5ാമത്തെ ദിവസം കിട്ടിയ ഒരു സൂപ്പർ റിസൾട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു, ശ്രദ്ധിക്കുക. സന്തോഷമുണ്ട്. കാരണം ഇത്രയും 5 ദിവസം കൊണ്ട് ഇത്രയും വെയിറ്റ് കുറയ്ക്കാൻ പറ്റി. ഒരു ബോഡി നമുക്കൊരു നമുക്ക് ഇത് കുറച്ചെടുക്കാൻ പറ്റുംന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ. മറ്റേന്ന് പറഞ്ഞാൽ 115 കിടന്നപ്പോൾ ഞാൻ ഓർത്തു ഇതെങ്ങനെ കുറയ്ക്കാൻ പറ്റും? കുറയും, പക്ഷെ അത് അതുപോലെ കയറും എനിക്ക്. അതേപോലെ വെയിറ്റ് കൂടും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇപ്പോഴാണ് ശരിക്കും ഈ പ്രോട്ടീൻ കഴിച്ചാൽ വലിയ പ്രശ്നം വരുന്നില്ല. അത് മുട്ട എനിക്ക് ഒട്ടും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു. പക്ഷെ അത് ഞാനിപ്പം അത് കഴിച്ച് തുടങ്ങി. അതിപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി. കാരണം ഇപ്പം ഈ 5 ദിവസം മുട്ട കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബോഡി ഒന്ന് ലൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. ഒരു വയറൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. വെള്ളം നന്നായിട്ട് കുടിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വെള്ളം കുടിച്ചിട്ടില്ല. വെള്ളം നന്നായിട്ട് ഒരു 4-4.5 ലിറ്റർ വരെ ഒരു ദിവസം കുടിക്കുന്നുണ്ട് ഇപ്പോൾ. 5 ലിറ്റർ തികയ്ക്കാൻ എനിക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. കാരണം 7 മണി കഴിയുമ്പോഴത്തേക്കിനും പിന്നെ അധികം വെള്ളം കുടിക്കാൻ പറ്റിയല്ലോ. അതിന് മുന്നേ ആയിട്ട് എനിക്ക് 4.5 ലിറ്ററിൽ കൂടുതൽ 4 ലിറ്ററിൽ കൂടുതൽ എനിക്ക് പറ്റുന്നേ ഇല്ല. പിന്നെ ഇതിപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് ഇനി ഒരു 5 ദിവസം കൂടെ ഉണ്ടല്ലോ. എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു ഫംഗ്ഷന് പോയി. ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നു. എനിക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചോറുണ്ടു. സാധാരണ പോലെ അത്രയും കഴിച്ചിട്ടില്ല. എന്നാലും കറികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല, എണ്ണയൊക്കെ കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ചത്. എന്നാലും പായസം ഒന്നും കുടിച്ചില്ല. പക്ഷേ കറികൾ നന്നായിട്ട് കഴിച്ചു. എന്നിട്ടും എനിക്ക് ഇത്രയും വെയിറ്റ് ലോസ് വന്നു. അപ്പം അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ കുറേ കൂടെ വെയിറ്റ് കുറയുമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. പിന്നെ മെയിനായിട്ടൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി സാറേ. എന്നാന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റിങ് തരുക, അല്ലെങ്കിൽ നമ്മളോട് പറയുക ഇന്ന ഇന്ന കാര്യങ്ങൾ. ഇത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ പ്ലേറ്റ് നമുക്ക് സാറിനത് വാട്സപ്പ് ചെയ്യണം. അപ്പോൾ അത് കണ്ടിട്ട് അതിന് അഭിപ്രായം പറയും, അതിന് മാർക്കിടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരിക്കലും ചീറ്റ് ചെയ്യാൻ തോന്നത്തില്ല. കാരണം എങ്ങനെയെങ്കിലും എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആൾക്കാർക്കിത് ഓക്കെയാണ്. കാരണം ഫുള്ള് ഒരാൾ നമ്മുടെ കൂടെ ഉള്ള മാതിരിയാണ്. ഈ വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേക്കിനും മറ്റേ ഞാൻ പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കാറ്. ഇപ്പോൾ ആര് കഴിക്കുന്നോ കഴിച്ചില്ലയോ എന്നൊന്നും ഞാൻ നോക്കുകയില്ല. കാരണം ഞാൻ 7 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്യും. 7, 7:15 ആകുമ്പോഴത്തേക്കിനും. നമുക്കത് തിരക്കാണ്. കാരണം ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഒരാൾ ഫോട്ടോ കാണണമല്ലോ, അല്ലെ സാർ ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്നത് കഴിക്കും. അപ്പം ആ 7 മണി 7:15 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല. ഇടയ്ക്കൊന്ന് സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ചേഞ്ചാ. അതായിരിക്കാം എനിക്ക് റിസൾട്ട് വരുന്നതിൻ്റെ. പക്ഷെ എന്നാലും കുറച്ചും കൂടെ ശ്രമിച്ചാൽ കുറച്ചുകൂടെ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഈ 5 ദിവസം കൊണ്ട് തന്നെ 1 കിലോയും കൂടെ കുറയ്ക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇടയ്ക്കൊക്കെ ഞാൻ കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രോട്ടീൻ കിട്ടാണ്ട് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തൈര് കഴിച്ചിട്ടില്ല. പിന്നെ വെജിറ്റബിൾസ് കുറഞ്ഞു പോയി. അങ്ങനെയുള്ള കുറേ ഇത് വന്നിട്ടുണ്ട്. 100% റീഫണ്ടോട് കൂടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിലെ ഈ ഒരു ലോക്ക് പൊട്ടിക്കാതെ നമ്മൾ എത്ര മെനക്കെട്ടിട്ട് നിങ്ങൾ ജിമ്മിൽ മണിക്കൂറുകളോളം പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം സ്കിപ്പ് ചെയ്തുകൊണ്ടോ ഭക്ഷണത്തിന്റെ അളവ് കുറച്ചതുകൊണ്ടോ ഫാറ്റ് ലോസ് നടക്കില്ല. നിങ്ങൾ അതൊന്ന് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ ന്യൂട്രീഷൻ കൂടിയേ തീരും.